ഞാൻ ഒരു അരനൂറ്റാണ്ട് കാലമായി കേരളത്തിൽ ഈ പണി തുടങ്ങിയിട്ട്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇത് ജബ്ബാർ, ജബ്ബാർ എന്ന് പറയുന്ന ചില ആളുകൾ ജബ്രമാഷ് എന്നൊക്കെ വിളിക്കുന്ന വ്യക്തിയാണ്. ഇയാൾ പറയുന്നത് അരനൂറ്റാണ്ടായി ഇയാൾ ഈ പണി തുടങ്ങിയിട്ട് എന്നാണ്. എന്താണ് ഇയാളുടെ പണി, എത്രത്തോളമുണ്ട് ഇയാളുടെ വിവരം എന്നുള്ളതൊക്കെയാണ് ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. 50 വർഷമായി ഇയാൾ ഈ പണി തുടങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും മനസ്സിലാക്കുക, കുത്തിത്തിരിപ്പ് തുടങ്ങിയിട്ട് എന്നാണ് അയാൾ പറയുന്നത്. ബാക്കി കേൾക്കാം. ആദ്യകാലത്തൊക്കെ നമ്മളിങ്ങനെ പറയുകയും എവിടെയെങ്കിലുമൊക്കെ എഴുതുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ഈ സമൂഹം അതിനെ കാര്യമായി പരിഗണിച്ചിരുന്നില്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇയാൾ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇടപെടും. ദയവ് ചെയ്ത് ക്ഷമിക്കുക, കാര്യം മനസ്സിലാക്കാനാണ്. ആദ്യകാലത്തൊന്നും ഇവർ ഇങ്ങനെ തള്ളുമ്പോൾ വല്ലാതെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആളുകൾ കൂടുതലായിക്കൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതുമാണ്. അതിന് കാരണങ്ങളുണ്ട് ജബ്ബാറെ. ഈ ജബ്ബാർ മാഷ് എന്നൊക്കെ പറയുന്നുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ജബ്ബാർ, അയാളുടെ ജബ്ബാർ എന്നുള്ള പേര് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ജബ്ര മാഷ് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്, അവരെന്തോ പറയട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ജബ്ബാർ പറഞ്ഞത്, പണ്ട് ഇത് ആളുകൾ അത്ര ചെവിക്കൊണ്ടിരുന്നില്ല. ഇപ്പോൾ ചില ഇസങ്ങളുടെ ഭാഗമായിക്കൊണ്ട് പല ആളുകളും ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് ആളുകൾ ഇത് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടിയും പറയാം. അറബ് ഭാഷയുമായിക്കൊണ്ട് വലിയ ബന്ധമൊന്നും ഇയാൾക്കില്ല. ഇയാൾ 10ാം ക്ലാസ് വരെയാണ് മദ്രസയിൽ പോയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ തുടങ്ങിയതാണ് ഈ പാട്ട്. അതിനുശേഷം അയാൾ എത്തിപ്പെടുന്നത് ചേക്കന്നൂർ മൗലവിയുടെ സിദ്ധാന്തങ്ങളിലേക്കാണ്, ചേക്കന്നൂരിസത്തിലേക്കാണ്. അതിൽ നിന്ന് അതും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ചേക്കന്നൂരിസത്തിൽ പോയി പെട്ടാലുള്ള ഒരു പ്രത്യേകത, ചേക്കന്നൂരിസത്തിലേക്ക് അങ്ങനെ അങ്ങോട്ട് വഴുതി വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പെട്ടെന്ന് തെറിക്കും. അവിടുന്ന് പിന്നെ ഈ ഗുണ്ടൊക്കെ പൊട്ടുന്ന പോലെയാണ്, ഒരൊറ്റ പൊട്ടാണ്. അത് എവിടേക്കാണ് പോയി വീഴുക എന്നുള്ളത് പിന്നെ അവർക്ക് പോലും അറിയില്ല. ഓക്കെ, എന്തായാലും ജബ്ബാർ പറയട്ടെ. മുസ്ലിം സമൂഹം പൊതുവെ അതിനെ അവഗണിക്കുകയും കണ്ടില്ല എന്ന് നടിക്കുകയുമാണ് ആദ്യഘട്ടത്തിലൊക്കെ ചെയ്തിരുന്നത്. പിന്നീട് 1987-88 ആ കാലത്ത് കേരളത്തിൽ ശരീഅത്ത് വിവാദം എന്ന് പറയുന്നൊരു വലിയ സംഭവം നടന്നു. ഇവിടെ കുറേ പേർക്കൊക്കെ അത് ഓർമ്മയുണ്ടാവും, പ്രായമായവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഈ ശരീഅത്ത് വിവാദം നടക്കുന്ന കാലത്ത് ഞാനിവിടുത്തെ മുഖ്യധാര പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു. മാതൃഭൂമി, ദേശാഭിമാനി തുടങ്ങിയ പത്രങ്ങളിലൊക്കെ ശരീഅത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. മുഖ്യധാര മാധ്യമങ്ങളിൽ നമ്മുടെ ലേഖനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് ബോധ്യമായ ചില ആളുകൾ, ഇവിടെ ഇദ്ദേഹം മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും ഒക്കെ ലേഖനങ്ങൾ എഴുതിയിരുന്നു ശരീഅത്ത് വിവാദം സംബന്ധിച്ച് എന്നുള്ളതാണ്. അപ്പോൾ അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വാക്ക്, ഇദ്ദേഹം പറയുന്ന വിവരക്കേടുകൾ മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞത്, പ്രത്യേകിച്ച് എന്ന് പ്രത്യേകമായിട്ട് പറയേണ്ട, ഇസ്ലാമിനെ മാത്രം വിമർശിച്ച് കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ അവരെന്തോ പറയട്ടെ, അവരുടെ പാട്ട് പാടിക്കോട്ടെ എന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ ഇങ്ങനെ ലേഖനങ്ങൾ ദിനപത്രങ്ങളിലേക്ക് ലേഖനങ്ങളുമായി വന്നപ്പോൾ ചില ആളുകളൊക്കെ അത് എടുത്ത് കാര്യം എന്താണ് എന്നുള്ളത് പറയാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ജബ്ബാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്കാം നമുക്ക്. അന്ന് മാധ്യമം പത്രം തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല. എന്തായാലും മാധ്യമം പത്രം ഉണ്ടെന്ന് തോന്നുന്നു. പ്രബോധനം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വാരികയിലാണ് എൻ്റെ ഒരു മാതൃഭൂമി ലേഖനത്തിന് മറുപടിയായിട്ട് ആദ്യമായിട്ട് ഒരു കുറിപ്പ് ഒരു മുസ്ലിം മാധ്യമത്തിൽ വരുന്നത്. ചോദ്യോത്തര പങ്ക്തിയിലാണ് മറുപടി പറയുന്നത്. മുജീബ് എന്ന പേരിൽ അബ്ദുറഹിമാനാണ് ആ പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നത്. ചോദ്യം മൂപ്പരന്നെ ഉണ്ടാക്കും, മൂപ്പരന്നെ മറുപടി പറയും, അതായിരുന്നു പരിപാടി. അപ്പം അന്ന് ഞാൻ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വം ശരീഅത്ത് നിയമമില്ലാതായാൽ അപകടത്തിലാവുമെന്ന ഒരു വാദത്തിനുള്ള മറുപടിയാണ് ഞാൻ ആ ലേഖനത്തിൽ വിശദീകരിച്ചിരുന്നത്. മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വം എന്ന് പറയുന്നത് 4 പെണ്ണുകെട്ടലും പെണ്ണിൻ്റെ സ്വത്തവകാശം പകുതി കവർന്നെടുക്കലും അതുപോലുള്ള കുറച്ച് സ്ത്രീ വിരുദ്ധ നിയമങ്ങൾ മാത്രം. അതാണ് ഇന്ത്യൻ. അവിടെ നമുക്ക് ഇടപെടേണ്ടതുണ്ട്. ഈ 4 പെണ്ണ് കെട്ടലും അതുപോലെ സ്ത്രീയുടെ സ്വത്ത്
പകുതി കവർന്നെടുക്കുക, ഇതൊക്കെയാണ് ഇസ്ലാമിക സ്വത്വം എന്നാണ് ഇയാൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇയാളാണ് ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം. 4 പെണ്ണ് കെട്ടുക എന്ന് പറഞ്ഞാൽ 4 പെണ്ണ് കെട്ടാൻ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും 4 പെണ്ണ് കെട്ടിക്കൊള്ളണം എന്നൊന്നുമല്ല. 4 പെണ്ണ് കെട്ടുക എന്നുള്ള ആ ഒരു കാര്യത്തിൽ അതിൽ ഒരുപാട് നിബന്ധനകളും മറ്റുമൊക്കെ ഉണ്ട് ജബ്ബാറെ. അതൊന്നും നോക്കാതെ അല്ലേ പോട്ടെ. പിന്നെ സ്ത്രീയുടെ സ്വത്ത് പകുതി അപഹരിച്ചെടുക്കുക എന്നുള്ളതാണ് ജബ്ബാർ എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്നത്. വെറുതെ അപഹരിക്കുക എന്നുള്ളതല്ല, അതിനെല്ലാം ഇസ്ലാം വ്യക്തമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. സ്ത്രീയുടെ പകുതി സ്വത്ത് സ്ത്രീക്ക് കൊടുത്തുകൊണ്ട് ബാക്കി പകുതി കയ്യിൽ വെക്കുന്ന ആളുകൾ അവളെ സംരക്ഷിക്കുക എന്നൊരു കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിലേക്കൊന്നും കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ഈ വീഡിയോ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ കേൾപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് അല്പം നീണ്ടുപോകും. ഇതിൻ്റെ അവസാനത്തിലും ഇടയിലൊക്കെ ആയിട്ട് ഇയാളുടെ എത്രത്തോളമുണ്ട് ഇയാൾക്ക് ഇസ്ലാമിക അറിവ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അറബി എന്താണ് ഇയാൾക്ക് മനസ്സിലാവുക, ഇസ്ലാമിനെ കുറിച്ച് എന്താണ് ഇയാൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരല്പം കൂടി ക്ഷമിക്കുക. ഇന്ത്യൻ ശരീഅത്ത് നിയമത്തിൽ നിലനിൽക്കുന്ന 2-3 കാര്യങ്ങളേ ഉള്ളൂ. അത് മാറ്റിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ സ്വത്വം ഇല്ലാതാവും എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്വത്വം അതാണോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അതിൻ്റെ കൂടെ ഞാൻ വേറെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്ത്യയിൽ വിവാഹപ്രായ പരിധി നിയമം വന്നപ്പോൾ ഇസ്ലാമിക ശരീഅത്തിനെതിരായിട്ട് ആ നിയമം വന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സാംസ്കാരിക സ്വത്വം ഇല്ലാതായോ? ബ്രിട്ടീഷുകാരുടെ കാലത്ത് അടിമത്വം നിരോധിച്ചു ഇന്ത്യയിൽ, ലോകത്ത് പലയിടത്തും. അടിമത്തം നിരോധിച്ചതുകൊണ്ട് ഇസ്ലാമിൻ്റെ സാംസ്കാരിക സ്വത്വത്തിന് എന്തെങ്കിലും പോറലേറ്റോ? കാരണം ഖുർആനും ഹദീസും ഒക്കെ അടിമത്തത്തെ പച്ചയായി അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഈ അടിമത്തം എന്നൊരു കാര്യം വെച്ചുകൊണ്ട് ജബ്ബാർ മാഷും ജബ്ബാറിൻ്റെ സീമന്തപുത്രൻ എന്നൊക്കെ പറയാവുന്ന ശ്രേണിയിലുള്ള ലിയാഖത്ത് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമൊക്കെ സോഷ്യൽ മീഡിയയിലിരുന്ന് വല്ലാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിമത്തം എന്നുള്ള ഒരു കാര്യം അത് ഇസ്ലാം നിരോധിച്ചോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അടിമത്തം എന്നുള്ളൊരു കാര്യം ഇസ്ലാം ആണോ ഈ ലോകത്ത് സംവിധാനിച്ചത്? ഇസ്ലാം എടുത്തിട്ടാണ് നിരോധിച്ച് ചെത്തിക്കളയാൻ ആണോ? ഇസ്ലാമിൽ അടിമത്തം ഉണ്ടോ? ഇസ്ലാം നിരോധിച്ചോ? നിരോധിച്ചില്ല. അപ്പോൾ പറയും കള്ള് നിരോധിച്ചില്ലേ? മദ്യപാനം നിരോധിച്ചിട്ടുണ്ട്. മദ്യപാനം എന്നല്ല, ലഹരി എന്തുപയോഗിക്കുന്നുണ്ടോ അതെല്ലാം നിരോധിച്ചിട്ടുണ്ട് ഇസ്ലാം. അത് മുസ്ലിങ്ങളോടാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മദ്യപിക്കരുത് എന്നുള്ളത്. പലിശ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വ്യഭിചാരം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഒരാളെ അന്യായമായിട്ട് കൊല്ലലോ അതും നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഈ അടിമത്തം എന്നുള്ളത് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് കാലത്ത് അടിമത്തം എന്ന് പറയുന്ന സംവിധാനം നിരോധിക്കപ്പെടുമ്പോൾ ആ അടിമകളെ സംരക്ഷിക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അതാരാണ് ലിയാഖത്തെ അല്ലെങ്കിൽ ജബ്ബാറെ സംരക്ഷിക്കുക? അവർക്ക് ഒറ്റയടിക്ക്, അത് അമേരിക്കയിലൊരു ചരിത്രം, എൻ്റെ അറിവ് എബ്രഹാം ലിങ്കൻ ആണെന്ന് തോന്നുന്നുണ്ട്, അടിമത്തം നിരോധിക്കുക എന്നൊരു സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഈ 500ഉം 1000 നോട്ട് നിരോധിച്ചില്ലേ, അതേപോലെ അടിമത്തം നിരോധിച്ചു. അടിമത്തം നിരോധിച്ചപ്പോൾ അടിമകളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് യജമാനൻ പറയുന്ന പണി എന്താണോ അതങ്ങനെ ചെയ്യുക. സമയമാകുമ്പോൾ അവരുടെ മുമ്പിൽ ഭക്ഷണം വരും. ഭക്ഷണം കഴിക്കുക, ജോലി ചെയ്യുക, ഉറങ്ങുക എന്നുള്ള ഈ ഒരു കാര്യം മാത്രം അവർ ചെയ്താൽ മതി. ഭാരിച്ച ഉത്തരവാദിത്വമൊന്നും അവർക്കില്ല. അവർക്ക് അവരോട് പറയുന്ന തൊഴിൽ ചെയ്യുക, അവർക്ക് ഭക്ഷണം ലഭിക്കും. എന്നാൽ അടിമത്തം നിരോധിച്ചപ്പോൾ അവർക്ക് യജമാനൻ ഇല്ലാതെയായി. അവർക്ക് ജോലി ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. യജമാനൻ പറയുന്ന ജോലിയെ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അവർക്ക് സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാൻ അറിയുന്ന അടിമയാണെങ്കിൽ, കുശിനിപ്പണിക്കാരനായ അടിമയാണെങ്കിൽ അയാൾക്ക് എല്ലാ സാധനങ്ങളും അയാളുടെ മുമ്പിലെത്തിയാലേ ഇത് പാകം ചെയ്യാൻ കഴിയുള്ളൂ. പാകം ചെയ്താൽ തന്നെ യജമാനൻ പറയുന്ന സമയത്ത് യജമാനൻ പറയുന്ന അളവിലുള്ള ഭക്ഷണമേ അയാൾക്ക് കഴിക്കാൻ കഴിയുള്ളൂ. ഇത് പറയുമ്പോൾ ആ പറയുന്ന അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചപ്പോൾ അടിമകളെല്ലാം പട്ടിണി കിടന്ന് അവരുടേതായിട്ടുള്ള ആ ഒരു കലഹത്തിലേക്കും മറ്റു ബുദ്ധിമുട്ടുകളിലേക്കും പോയി. അടിമത്തം ഒറ്റയടിക്ക് നിരോധിക്കുക എന്ന് പറയുന്നത് ഒരാൾ കള്ളു കുടിക്കുക എന്നുള്ളത് പോലെയല്ല, ഒരാൾ വ്യഭിചരിക്കുക എന്നുള്ളത് പോലെയല്ല. ഒരടിമ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർ, അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇനി മുതൽ നീ അടിമയല്ല, നീ നിന്റെ പണി നോക്കി പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അതിന് പണി അറിയില്ല. അവന് യജമാനൻ പറയുന്ന പണി എന്താണോ അതേ അറിയുള്ളൂ. യജമാനൻ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക, യജമാനൻ പറയുന്ന സമയത്ത് ഉറങ്ങുക എന്നുള്ള അതാണല്ലോ അടിമ. അപ്പോൾ ഒറ്റയടിക്ക് അടിമ എന്നുള്ള ആ ഒരു സമ്പ്രദായത്തെ, എല്ലാ അടിമകളെയും മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ അടിമയെ സംരക്ഷിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്.
അപ്പോൾ അതൊക്കെ ആ അർത്ഥത്തിൽ തന്നെ പഠിക്കാത്തത് കൊണ്ടാണ് ജബ്രമാഷും ലിയാക്കത്തും അതുപോലെ ഏതൊരു ആരിഫ് ഹുസൈനും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ലിയാക്കത്തിന് ലീക്കായത് എന്നൊക്കെ ഇപ്പോൾ പേരുണ്ട് ഇത്ര. ഓക്കെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. എന്തായാലും ജബ്രമാഷ് പറയട്ടെ. അതുകൊണ്ടൊന്നും ഇസ്ലാമിന് യാതൊരു പോറലും ഏറ്റിട്ടില്ലെങ്കിൽ പിന്നെ ഈ സ്ത്രീകൾക്ക് പകുതി സ്വത്ത് എന്നുള്ളത് മുഴുവൻ സ്വത്ത് എന്നാക്കി വിവാഹമോചനത്തിനും ബഹുഭാര്യത്വത്തിനും ഒക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വം എങ്ങനെയാണ് ഇല്ലാതാവുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ ലേഖനം എഴുതിയത്. എൻ്റെ ലേഖനത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കി തന്ന കുഞ്ഞാപ്പ അവിടെ ഇരിപ്പുണ്ട്. അന്ന് കുഞ്ഞാപ്പ ഓർക്കുന്നുണ്ടാവും. കുഞ്ഞാപ്പ അത് ഓർത്തിട്ട് ഇപ്പോഴും ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിട്ട് സാധിപ്പിക്കുന്നുണ്ടാവും. ഇതുപോലൊരു ആൾക്കാണല്ലോ ഞാൻ അന്ന് എഴുതി കൊടുത്തെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇസ്ലാം വിരോധം എന്നുള്ള ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഇസ്ലാമിലെ ചില കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതിൻ്റെ അപ്പുറമോ ഇപ്പുറമോ അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടി എന്നുള്ളതോ മനസ്സിലാക്കാതെ വിമർശിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കും, അത് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ ഇസ്ലാമിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയുന്ന ജബ്ബാർ പറയുന്ന കാര്യങ്ങൾ ഇസ്ലാം എന്താണ് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇയാളുടെ ഇസ്ലാമിക വിവരം എത്രയാണെന്നുള്ളത്. പറയൂ ജബ്ബാർ മാഷേ. അന്ന് അതിന് മറുപടിയായിട്ട് ഒ അബ്ദുറഹ്മാൻ കൊടുത്ത മറുപടിയിൽ തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. ജനിച്ചപ്പം മുതലേ, എൻ്റെ ഏകദേശം ഓർമ്മയാണ് കേട്ടോ, ജനിച്ചപ്പം മുതലേ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും കടുത്ത വിരോധം വെച്ച് പുലർത്തുകയും ഖുർആനിൽ മൂത്രമൊഴിക്കുകയും ചെയ്തയാളാണ് ഈ ലേഖകൻ. എൻ്റെ പേര് പറഞ്ഞില്ല കേട്ടോ, എൻ്റെ പേര് ചോദ്യത്തിലുണ്ട്, പക്ഷേ ആൻസറിൽ മറുപടി പറഞ്ഞില്ല. പക്ഷെ എന്നെ പരിചയപ്പെടുത്തിയത് ഞാൻ ഖുർആനിൽ മൂത്രമൊഴിച്ചുകൊണ്ട് ജനിച്ച ആളാണെന്നും ജനിച്ചപ്പം മുതലേ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും കടുത്ത വിരോധമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മറുപടിയുടെ ഏകദേശം പകുതിയോളം ഭാഗം വ്യക്തിപരമായിട്ട് എന്നെ താറടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടായിരുന്നു ആ മറുപടി. എനിക്കത് വായിച്ചപ്പോൾ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഇസ്ലാം എന്താണെന്നും ഇസ്ലാമിൻ്റെ ചരിത്രം എന്താണെന്നും എനിക്ക് അറിയാമായിരുന്നു. അതാണ് സത്യത്തിൽ നമ്മുടെ കണ്ടന്റ്. ഇയാൾക്ക് ഇസ്ലാം എന്താണെന്ന് വ്യക്തമായിട്ടറിയാം, ഇസ്ലാമിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ഇയാൾക്ക് അറിയാം എന്നുള്ളതാണ് പറയുന്നത്. എത്രത്തോളം അറിയാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആശയപരമായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വിമർശനങ്ങളോട്, വിയോജിപ്പുകളോട് ഒരു ജനാധിപത്യത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ആശയപരമായി എതിരിടുക എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്യമായ ഒരു സംസ്കാരമാണ്. അത് ഇസ്ലാമിന് അസാധ്യവുമാണ്. അതിൻ്റെ കാരണം ആശയപരമായ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ തക്ക ആശയപരമായ ഒരു മുതലല്ല ഇസ്ലാം എന്നത് തന്നെയാണ്. അവിടെ ഭയങ്കര കയ്യടി നടക്കുന്നുണ്ട്. ഇസ്ലാമിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവർ കയ്യടിക്കുന്നത്. പറഞ്ഞത് എന്താണെന്ന് ഇയാൾക്കും അറിയില്ല, കേട്ടവർക്കും അറിയില്ല. അതെന്താണെന്നുള്ളത് നമുക്ക് വിശദീകരിക്കാവുന്നേ. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വിശ്വാസ സംവിധാനമാണ്, ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ്. അതിൽ എക്സ് മുസ്ലിമായിട്ടോ യുക്തിവാദിയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ട് നടക്കുകയാണെങ്കിൽ ഉള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിലുണ്ടാവില്ല. സാമ്പത്തിക അച്ചടക്കം എന്നുള്ള ഒരു കാര്യം ഇസ്ലാമിലുണ്ട്, ഇവർക്കത് ബാധകമല്ല. പിന്നെ ലൈംഗികാതിക്രമങ്ങൾ, അരാജകത്വം, അത് സംബന്ധമായിക്കൊണ്ട് വ്യക്തമായിക്കൊണ്ട് ഇസ്ലാമിക അധ്യാപനമുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും ഭക്ഷണം മറ്റുള്ളവർക്ക് നൽകുന്നതിൻ്റെയും ഒക്കെ സംബന്ധമായിക്കൊണ്ട് വ്യക്തമായ അധ്യാപനമുണ്ട്. എന്തിനേറെ ഒരാൾ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നതോടൊപ്പം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി, അതൊരു ചക്രവർത്തിയാണെങ്കിൽ പോലും അയാൾ എങ്ങനെയാണ് രാജ്യഭരണം നടത്തേണ്ടത് എന്ന് പോലും പ്രത്യേകമായിക്കൊണ്ട് പഠിപ്പിച്ചു തരുന്ന ഒരു അധ്യാപനം നടത്തി തരുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാം എന്ന് പറയുന്ന സമ്പൂർണ്ണ ജീവിത പദ്ധതി. അത് മനസ്സിലായില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെയോ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന വിശ്വസിച്ച് നടക്കുന്ന മുസ്ലിങ്ങളുടെയോ കുറ്റമല്ല ജബ്ര. അത് ജബ്രകളുടെ മാത്രം കുറ്റമാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയുക, ഇത് കേട്ടിട്ടെങ്കിലും തിരിച്ചറിയുക എന്നുള്ളതാണ്. പറയൂ ജബ്ബാർ. അപ്പോൾ നമുക്ക് ഇനി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൂടെ ചെറുതായിട്ടൊന്ന് കടന്നു പോകാം. ഇവിടെ പറഞ്ഞു മുഹമ്മദ് 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലുമായിട്ടാണ് തൻ്റെ പ്രവാചക ദൗത്യം പൂർത്തിയാക്കുന്നത്. ആ കാലഘട്ടത്തിൽ മുഹമ്മദ് നോർമലായിട്ട് പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഹദീസ് എന്ന പേരിലും
കുറച്ച് അബ്നോർമലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഖുർആൻ വെളിപാടുകൾ എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ഖുർആൻ ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്, ഖുർആൻ സ്വയം അവകാശപ്പെട്ടത്, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. 3 കാര്യമാണ് അവിടെ പറഞ്ഞത്. പ്രവാചകൻ അവകാശപ്പെട്ടത്, ഖുർആൻ സ്വയം അവകാശപ്പെട്ടത്, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ ഒക്കെ കൂടി വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് അല്ല എന്ന് ജബ്ബാർ സ്വന്തം ബുദ്ധിക്കല്ല, അത് ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഇസ്ലാമിക വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ അല്ല എന്ന് തെളിയിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ അത് തെളിയിച്ചതിന് ശേഷമല്ലേ ഈ വീരവാദം പോലെയുള്ള ജൽപ്പനങ്ങൾ അല്ലേ? പറയൂ. ഞാൻ ഈ കഴിഞ്ഞ 50 കൊല്ലം ഒരേ ഒരു കാര്യമാണ് ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാനുള്ള ഒരു വീണടക്കണ മരാണ്, പാഞ്ഞു കയറാം എന്ന് തന്നെയാണ്. കാര്യം മുസ്ലിങ്ങളിൽ ചില മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില ആളുകളൊക്കെ ഇസ്ലാമിക വിരുദ്ധമായിക്കൊണ്ട് പ്രവർത്തിക്കുമെങ്കിലും ഇതുപോലെ വിവരക്കേട് പറയുന്നവരെ ലക്കും ദീനിക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ മുസ്ലിം സമൂഹത്തിന് കഴിയും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അങ്ങനെ വെറുതെ വന്നിട്ടൊന്നും മെക്കെട്ട് കയറൂല എന്നുള്ള ഉറപ്പിൻ്റെ മുകളിൽ നമുക്ക് അങ്ങോട്ട് പാഞ്ഞു കയറാന്ന് പറഞ്ഞിട്ട് കയറിയതല്ലേ? പറഞ്ഞോ. ഖുർആൻ ദൈവത്തിൻ്റെ വചനങ്ങളല്ല, അത് മനുഷ്യൻ എഴുതിയതാണ്. അത് ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ദൈവനിന്ദ വേറെ ഒന്നില്ല. ഖുർആൻ ദൈവവചനങ്ങളാണ് എന്നുള്ളത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ, മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്. അത് ദൈവവചനമല്ല എന്നുള്ളത് ജബ്രയെ പോലെയുള്ള മറ്റു ഇതര വിവരക്കേട് അത് ആശയമായി സ്വീകരിക്കുകയും അത് ആർഗ്യുമെൻ്റായിട്ട് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ അവരുടെ വിശ്വാസവുമാണ്. നോ പ്രോബ്ലം, നിങ്ങൾക്കത് അങ്ങനെ വിശ്വസിക്കാം, അതിലെന്താണ് പത്ര തെറ്റ്? അത് ലോകം മുഴുവൻ വിശ്വസിക്കണം, മുസ്ലിങ്ങളെല്ലാം നിങ്ങൾ പറയുന്നതേ വിശ്വസിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് അത് വിവരക്കേടിൻ്റെ ഉസ്താദായ ജബ്രമാഷെ നിങ്ങളുടെ വിവരക്കേടിൻ്റെ ഭാഗമാണ് എന്നുള്ളത് തിരിച്ചറിയുക. പറഞ്ഞോ. ദൈവത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഖുർആൻ ദൈവം ഇറക്കിയതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവമുണ്ട് എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയാം. അത് ഏതാണ്, എന്താണ്, ആരാണ്, ഈ ദൈവം പറഞ്ഞത് എന്താണ്, അതൊന്നും എനിക്കറിയില്ല, അതൊന്നും ഞാൻ പറയില്ല. ദൈവമുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ ദൈവത്തിൻ്റെ ഭാഷയാണ് എന്ന് പറയുന്നത് ദൈവത്തെ അവഹേളിക്കുന്നത് പോലെയാണ്. അതിൽ ഭയങ്കര വിഷമം ഉണ്ടായേക്ക്. എങ്ങനെ ദൈവത്തെ നിങ്ങൾ അവഹേളിക്കരുത് എന്നാണ് ജബ്ബാർ പറയണത്. അപ്പോൾ ദൈവം ഉണ്ട് ഇല്ലേ ജബ്ബാറെ? ദൈവത്തിൻ്റെ ഗ്രന്ഥം എന്ന് പറയാൻ പാടില്ല എന്നുള്ളൂ. ദൈവമുണ്ട്. അതേതാ ദൈവം? ഇനിയിപ്പോൾ കുറേ കാലം കഴിഞ്ഞ് അത്തമ്പത്തും ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 70 ഏടാവടത്തിൽ നിൽക്കുമ്പോഴാവും ഞാൻ ദൈവമാണെന്ന് പറയില്ലേ? നോക്കാം നമുക്ക്, പറ. കാരണം 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര സമൂഹത്തിൽ ജീവിച്ചിരുന്ന കാര്യമായ അറിവും വിവരവും സംസ്കാരവും ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ നിലവാരത്തിൽ ഒരു മനുഷ്യൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്ന വാക്യങ്ങൾ ആ മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് വന്ന ആശയങ്ങളാണോ എന്നാണ് പ്രാഥമികമായി നമ്മൾ പരിശോധിക്കേണ്ടത്. ആ പരിശോധനയിൽ അതാണ് എന്ന് 101% ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് ദൈവത്തിൻ്റെ വെളിപാടല്ല എന്ന് ഈ സമൂഹത്തോട് കഴിഞ്ഞ 1/2 നൂറ്റാണ്ടായി പറഞ്ഞുകൊണ്ടിരുന്നത്. ശരി, ഇവിടെ പറഞ്ഞ ആ വാക്കുകളിൽ പല തലങ്ങളിൽ നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. പക്ഷേ നമുക്കതിന് കഴിയില്ല, ഒരുപാട് നീണ്ടുപോകും. എന്നാൽ 1-2 കാര്യങ്ങൾ പറയാം. 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര വർഗത്തിൽ അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരാൾ, 6-ാം നൂറ്റാണ്ടിന് മുമ്പേയും ഗോത്രങ്ങളുണ്ട്, 6-ാം നൂറ്റാണ്ടിന് ശേഷവും. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലെ 2025-ലും ഗോത്രങ്ങളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ആർഗ്യുമെൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്രവർഗക്കാരനായ, വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, എഴുത്തറിയാത്ത, വായന അറിയാത്ത, മാനവികത അറിയാത്ത എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന മുഹമ്മദ് നബിയുടെ, ആ മുഹമ്മദ് നബിയുടെ വൈത്താരികളാണ്, വായ്പാട്ടുകളാണ്, ജൽപ്പനങ്ങളാണ് എന്ന് നിങ്ങൾ പറയുന്ന പരിശുദ്ധ ഖുർആനുണ്ടല്ലോ, 6000 ചില്ലാനം ആയത്തുകളുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് വിവക്ഷിക്കുന്ന, വ്യക്തമാക്കുന്ന, പഠിപ്പിച്ചു തരുന്ന ആ ഒരു ഗ്രന്ഥം, അതിലെ ഒരു അധ്യായം വേണ്ട, 114 അധ്യായങ്ങളിൽ നിന്ന് ഒരു അധ്യായം വേണ്ട, ഒരു ആയത്ത്, ആ അറബ് സാഹിത്യത്തിൻ്റെ സമാഹാരമായ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു അധ്യായമല്ല, ഒരു വചനം, ആ ഒരു വചനം അതെങ്കിലും കൊണ്ടുവരുവാൻ ഈ
21-ാം നൂറ്റാണ്ടിലെ അഭ്യസ്ത വിദ്യനായ എഴുത്തും വായനയും അറിയുന്ന ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസൻ എന്നവകാശപ്പെടാൻ കഴിയുന്ന സ്വയം അവകാശപ്പെടുന്ന ജബ്ബാറിനോ ജബ്ബാറിൻ്റെ കബീലകൾക്കോ കഴിയുമെങ്കിൽ കൊണ്ടുപോവാ. എന്നിട്ട് വേണം 6-ാം നൂറ്റാണ്ടിലെ ആ പ്രാകൃത ഗോത്രത്തിൽ നിന്നുള്ള നിരക്ഷരനായ മാനവികത തൊട്ട് തീണ്ടാത്ത മുഹമ്മദ് എന്ന് പറയുന്ന ലോകത്തിൻ്റെ നായകൻ പ്രവാചകൻ മുഹമ്മദ് നബിയെ അവഹേളിക്കാൻ എന്നുള്ളത് ജബ്ബാറെ. യുക്തി എന്നുള്ളത് അത് ഒരു മനുഷ്യനിൽ അത് കാശ് കൊടുത്താൽ കിട്ടൂല, ഇഞ്ചക്ട് ചെയ്താലും കിട്ടൂല, ഓപ്പറേഷൻ ചെയ്തിട്ട് തിരികെ കയറ്റാനും പറ്റൂല. യുക്തിയില്ലാത്ത യുക്തിവാദത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് നടക്കുന്ന ജബ്ബാറെ കഴിയുമെങ്കിൽ ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ജബ്ബാറിനൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ജബ്ബാർ കൊണ്ടുവരട്ടെ. എന്നിട്ടല്ലേ ജബ്ബാറെ എങ്ങനെ പുലമ്പേണ്ടത്? 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതന് ഇത്രയും വലിയ അറബ് സാഹിത്യം കൊണ്ടുവരാൻ കഴിഞ്ഞു എങ്കിൽ അല്ലേ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലെ 1/4 കഴിഞ്ഞു. എന്തായാലും ജബ്ബാറിന് കഴിയുമെങ്കിൽ കൊണ്ടുവരട്ടെ. എന്നിട്ട് ഇതുപോലെയുള്ള തള്ളൊക്കെ തള്ളാമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ജബ്ബാറിൻ്റെ ഇസ്ലാമിക ആ ഒരു അറിവുണ്ടല്ലോ, അത് നമുക്ക് കാണേണ്ടതുണ്ട്, കേൾക്കേണ്ടതുണ്ട്. പറ. അതിൻ്റെ തെളിവുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്, പറയാത്ത കാര്യങ്ങളൊന്നും പുതുതായിട്ട് പറയുന്നില്ല. മക്കയിൽ മുഹമ്മദ് 13 വർഷക്കാലം എങ്ങനെയാണ് തൻ്റെ പ്രതിയോഗികളെ നേരിട്ടത് എന്നതിൻ്റെ വളരെ കൃത്യമായ ചിത്രം നിങ്ങൾക്ക് ഖുർആനിൽ തന്നെ കാണാം. നമ്മൾ വേറെ ചരിത്രമോ ഹദീസോ ഒന്നും തിരഞ്ഞു പോകണ്ട, ഖുർആനിൽ തന്നെ ഉണ്ട്. മക്കക്കാരെങ്ങനെയാണ് മുഹമ്മദിനെ നേരിട്ടത് എന്നതിൻ്റെ കൃത്യമായ ചിത്രവും ഖുർആനിൽ തന്നെ ഉണ്ട്. മക്കക്കാർ മുഹമ്മദ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്നപ്പോൾ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടു, മുഹമ്മദേ, നീ പറയും പോലെ നീ ഒരു ദൈവത്തിൻ്റെ പ്രവാചകനോ ദൂതനോ ആണെങ്കിൽ നീ ഇവിടെ പറയുന്ന പൂർവിക പ്രവാചകന്മാരുടെ കഥകളിൽ ഉണ്ടായി എന്ന് അവകാശപ്പെടുന്നത് പോലെയുള്ള അത്ഭുത കൃത്യങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിന്റെ പ്രവാചകത്വം ഒന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാ. ഇതാണ് മക്കക്കാർ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടത്. തെളിവ് ചോദിക്കുകയാണ് ചെയ്തത്. അവർ യുക്തിവാദികളൊന്നും ആയിരുന്നില്ല, പക്ഷേ അവർ ദൈവവിശ്വാസികളും മതവിശ്വാസികളും ദൈവത്തെ ആരാധിക്കുന്നവരും ഒക്കെ ആയിരിക്കെ തന്നെ യുക്തിപരമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുഹമ്മദിനോട് പ്രവാചകത്വത്തിന് തെളിവ് ചോദിച്ചു. അതും മുഹമ്മദ് സ്വയം അവകാശപ്പെട്ടതുപോലെയുള്ള തെളിവുകളാണ് ചോദിച്ചത്. മൂസാ നബിയുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഈസാ നബിയുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, മറ്റേ നബിയുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലത്തും പ്രവാചകന്മാരെ നിഷേധിച്ചവർക്കെതിരെ ദൈവത്തിൻ്റെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടുള്ള ഒരുപാട് അത്ഭുത കഥകൾ പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് അവിടെ തൻ്റെ പ്രവാചകത്വ ദൗത്യം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് അവർ അതുപോലെ ഒരു ദൃഷ്ടാന്തം കാണിക്കുക. മുഹമ്മദ് പറഞ്ഞ ദൃഷ്ടാന്തങ്ങളുടെ അതേ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരാവശ്യപ്പെട്ടു. മൂസാ നബി ആകാശത്ത് പോയി ഒരു കിതാബ് കൊണ്ടുവന്നു. ആകാശത്തല്ല, ഒരു മലേൻ്റെ മുകളിൽ പോയിട്ടൊരു കിതാബ് കൊണ്ടുവന്നു. അതുപോലെ നീ ഒരു കിതാബ് കൊണ്ടുപോവാ. മൂസാ നബി വടി കൊണ്ട് ഒരു പാറപ്പുറത്തടിച്ചപ്പോൾ അവിടുന്ന് അരുവി ഒഴുകി. അതുപോലെ ഈ മരുഭൂമിയിൽ ഒരു അരുവി ഒഴുക്കി കാണിക്കുക. പിന്നെ ഏതോ പ്രവാചകന്റെ കാലത്ത് പാറയും കല്ലും ഒക്കെ സ്വർണ്ണമാക്കി എന്ന് പറയുന്നുണ്ട്. എങ്കിൽ നീ അതുപോലെ ഒരു സ്വർണം, നമ്മുടെ സഫാ മറുവ കുന്നുകളൊന്ന് സ്വർണ്ണമാക്കി കാണിക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ വരണ്ട് കിടക്കുന്ന ഈ മരുഭൂമിയിൽ നമുക്കൊരു തോട്ടമുണ്ടാക്കി കാണിക്കുക. തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് അവരുന്നയിച്ചത്. അതിന് മുഹമ്മദ് പറഞ്ഞ മറുപടികളാണ് ഖുർആനിൽ നിരത്തി എഴുതി വെച്ചിട്ടുള്ളത്. ഖുർആനിൽ നമ്മളൊക്കെ പണ്ട് നിസ്കരിച്ചിരുന്നപ്പോഴും നിങ്ങൾ പലരും ഇപ്പോഴും നിസ്കരിക്കുമ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന പല കേൾക്കാൻ ഇമ്പമുള്ള ചെറിയ സൂറത്തുകൾ, ചെറിയ കവിതകൾ എല്ലാം ഇതുപോലെ അന്നത്തെ മക്കക്കാരുടെ യുക്തിപരമായ ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ്. ശരി, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രവാചകനോട് മക്ക നിവാസികൾ ചോദിച്ചതിന് പ്രവാചകൻ അള്ളാഹുവിൻ്റെ അനുമതിയോടെ മുഅ്ജിസത്ത് എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അത് പ്രവാചക ചര്യയും അതുപോലെ ചരിത്രങ്ങളും നോക്കിയാൽ പരതിയാൽ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ മുമ്പിലിരുന്നിട്ടോ അല്ലെങ്കിൽ 2 നിരീശ്വരവാദികളുടെ സപ്പോർട്ടിൻ്റെ പുറത്തോ ഒരൊറ്റ തള്ളുകയാണ് എങ്കിൽ നിവൃത്തിയൊന്നുമില്ല. ഖുർആനിലുള്ള കാര്യങ്ങൾ അപ്പോൾ ജബ്ബാർ വിശ്വസിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ജബ്ബാർ പറഞ്ഞു വരുന്നത്, ഇത്രയും ചോദിച്ചപ്പോൾ പല ആളുകൾക്കും സംശയം ഉണ്ടായല്ലോ,
അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം അതിന് വ്യക്തമായ മറുപടിയും നൽകിയിട്ടുണ്ട്. നേരത്തെ ജബ്ബാർ എന്ന് പറയുന്ന ഈ വ്യക്തിയോട് പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു ആയത്തെങ്കിലും കൊണ്ടുപോവാ എന്ന് പറഞ്ഞ ആ ഒരു അറബ് സാഹിത്യത്തിൻ്റെ ആ വലിയ സമാഹാരം ഉണ്ടല്ലോ പരിശുദ്ധ ഖുർആന്, ഈ പറയപ്പെട്ടതിനേക്കാൾ എല്ലാം ഏറ്റവും വലിയ ഒരു അത്ഭുത സംഗതിയാണ് എന്നുള്ളത് ഇതുവരെയും മനസ്സിലാവാത്തത് യുക്തിയില്ലാത്ത യുക്തിവാദത്തിൻ്റെ ആ ഒരു അതിപ്രസരം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഏതായാലും ഇതുവരെയും ചോദിച്ച ചോദ്യമൊക്കെ കേട്ടിട്ട് പണ്ടടിച്ചിരിക്കുന്ന യുക്തിവാദികൾ ഇയാളുടെ ഇസ്ലാമിക വിവരം എത്രയാണ് അല്ലെങ്കിൽ അറിവ് എത്രയാണ് എന്നുള്ളത് തുറന്നു കാണിക്കുന്ന വാക്കുകളാണ് ഇനി വരുന്നത്. കേട്ടു നോക്കാം നമുക്ക്. ഒരു മറുപടി ഖുർആനിലെ ഒരു അധ്യായം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഖുർആൻ പരിചയമുള്ളവരൊക്കെ കാണാപ്പാടം ഓതിക്കൊണ്ട് നിസ്കരിക്കുന്ന ഒരു സൂറത്താണ്. ഞാനൊക്കെ പണ്ട് നിസ്കരിച്ചിരുന്ന കാലത്ത് ഇതൊക്കെയാണ് ഓതിയിരുന്നത്. കാരണം അതൊക്കെ ചെറുതായതുകൊണ്ട് എളുപ്പം കാണാപ്പാടം പഠിച്ച് ഓതി വേഗം നിസ്കാരം കഴിച്ച് പോകാം. അതുകൊണ്ട് അതന്നെയാണ്. ഇതാണ് ഇയാളുടെയൊക്കെ ഇസ്ലാമികമായിട്ടുള്ള ഇയാളുടെയൊക്കെ ജീവിതം. പരമാവധി എത്രയും പെട്ടെന്ന് ആരെങ്കിലും ചീത്ത പറയണേ ഇനി വേഗം നിസ്കരിക്കുക. അതിന് ഏറ്റവും ചെറിയ സുഹൃത്തുക്കൾ, അതിൽക്കും ചെറിയ സുഹൃത്ത് ഞാൻ പഠിപ്പിച്ചു തരാം ജബ്ബാറെ. ഇനി ഇസ്ലാമിലേക്ക് തിരിച്ചു വരാനുള്ള വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അന്ന് ചൊല്ലാൻ, ഇപ്പം ഈ ചൊല്ലാൻ പോകുന്ന സുഹൃത്തിനേക്കാട്ടിലും ചെറിയ സുഹൃത്തുക്കളുണ്ട്, വളരെ ഈസി ആയിട്ട് ചൊല്ലാവുന്ന. ഓക്കെ, ഏതായാലും ജബ്ബാർ പറയട്ടെ. ഇതിന് ശേഷം ഇനി പറയാൻ പോകുന്നത് ഒരു സൂറത്ത് ഓതിയിട്ട്, അത് മുഴുവൻ ഓതുന്നില്ല സഹോദരന്മാരെ, തെറ്റിച്ച ഓതുന്നത്. എന്നിട്ട് ഒരു ഏറ്റവും ചെറിയ സൂറത്ത് എന്ന് പറയുന്നുണ്ട് ഇയാൾ. ആ ഏറ്റവും ചെറിയ സൂറത്ത് പോലും വ്യക്തമായിട്ട് ഓതാനറിയാത്ത ആള് അതിനുള്ള അർത്ഥം പറയാണ്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ആ അർത്ഥം ഒന്ന് കേൾക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ചുകൂടി പറയാം. ചെറിയ സൂറത്തുകൾ തിരഞ്ഞെടുത്തിട്ടാണ് ഓതുക. അതിലൊരു സൂറത്താണ് തബ്ബത്ത് യദാ അബീ ലഹബിൻ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അല്ല ജബ്ബാറെ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഇതുപോലെ ഖുർആൻ ഓതിയിട്ടാണ് ജബ്ബാർ എന്ന് പറയുന്ന ഈ ആള്, മാഷ് എന്നൊക്കെയാണ് പറയാറുള്ളത്, അയാള് ഇവിടെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓതിയത് കേട്ടില്ലേ? കേൾക്കണമെങ്കിൽ ഒന്നും കൂടി കേട്ടോളി. തബ്ബത്ത് യദാ അബീ ലഹബിൻ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ബാക്കി എന്താ പറഞ്ഞതെന്ന് കേൾക്കാം. സയസ്ലാ നാറൻ ദാത്ത ലഹബ് വംറഅതുഹു അമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. സൂറത്തുൽ മസദ് എന്നാണ് പേര്. സൂറത്ത് മസദ് തന്നെയാണ് അതിൻ്റെ പേര്. പക്ഷെ ഓതിയത് പോലെയല്ല, അതിൽ കുറച്ച് കട്ടിട്ടുണ്ട്, കട്ട് മുറിച്ച് മുണുങ്ങിയിട്ടുണ്ട്. പറഞ്ഞോ, വിശദീകരിക്കണ കേട്ടോളിട്ടല്ല, നല്ല രസമാണ്. കേട്ട നല്ല അക്ഷരപ്രാസമൊക്കെ ഉള്ള ഒരു കവിതയാണ്. അക്ഷരപ്രാസമൊക്കെ ഉള്ളൊരു കവിതയാണ്. എന്നാൽ ഈ കവിത പോലൊരു കവിത ഈ അക്ഷരപ്രാസമല്ല, സാഹിത്യം അതുകൂടി ചേർത്തുകൊണ്ട് അറബി സാഹിത്യത്തിൻ്റെ. ഇനിയിപ്പോൾ ജബ്ബാറിന് അറബി അറിയില്ലെങ്കിൽ ഏതെങ്കിലും അറബിയുടെ അടുത്ത് പോയിക്കോ, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ആശയം പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അതൊരു കവിത കേൾക്കാൻ പറയാം, എന്നിട്ട് ആ കവിത ഒന്ന് പാടിക്കാം. കേൾക്കട്ടെ. എവിടുന്നല്ലേ കവിതയാണ് ഇത്. ഓതി നിസ്കരിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷേ മലയാളത്തിൽ ഖുർആന്റെ പരിഭാഷ വായിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് ഞാൻ ഇത്രയും കാലം ചെയ്തതിൽ ലജ്ജ തോന്നിയത്. അപ്പോൾ അറബിയിൽ നിന്ന് അതിൻ്റെ അർത്ഥവും കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരോ എഴുതിയ എന്തോ വായിച്ചിട്ടാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയത് എന്നാണ് ജബ്ബാർ ഇപ്പം പറഞ്ഞത്. വേറെ ജബ്ബാറെ നിസ്കരിക്കുമ്പോൾ ഇത് ഓതിയത് കാരണം എന്താണതെന്നറിയോ? ആ സൂറത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അബൂലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ നശിച്ചു പോട്ടെ, അവന് ധനവും സമ്പാദ്യവും ഉപകാരപ്പെടാതെ പോകട്ടെ, ജ്വലിക്കുന്ന തീയിൽ അവൻ കിടന്നു പൊരിയട്ടെ, അവൻ്റെ കെട്ടിയോളുണ്ടല്ലോ ആ വർഗ ചുമട്ടുകാരി, ഓളും ഓളെ കഴുത്തിലും മസദ് പിരിച്ചുണ്ടാക്കിയ ഒരു കയറുണ്ട്. ഇതാണ് ഈ പറഞ്ഞ സൂറത്തുൽ മസദിൻ്റെ അർത്ഥം. ഇനി എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? ആരാണ് ഈ അബൂലഹബ്? അബൂലഹബ് മുഹമ്മദിൻ്റെ എളാപ്പയാണ്. മുഹമ്മദിന് ബാപ്പയില്ല, ബാപ്പാന്റെ സ്ഥാനത്ത് കാണേണ്ട എളാപ്പയാണ് അബൂലഹബ്. മുഹമ്മദ് നബിക്ക് പിതാവ് ഉണ്ടായിരുന്നു. ജനിക്കുന്നതിന് മുമ്പ്
മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. വാപ്പല്ലാന്നൊന്നും പറഞ്ഞിട്ട് പോകണ്ട. വാപ്പല്ലാത്ത ഒരു കുട്ടി എന്ന് പറയാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈസാ നബി മാത്രമാണ്. അതെന്താണ് എന്നുള്ളതൊക്കെ അതിൻ്റെ ചരിത്രം അറിയുന്നവർക്ക് അറിയാവുന്നതാണ്. ആ പറയൂ. കഴുത്തിൽ കയറിട്ടുകൊണ്ട് നടക്കുന്ന വിറക് ചുമട്ടുകാരിയായ ആ കെട്ടിയോള് മുഹമ്മദിൻ്റെ ഇളയമയാണ്. ഇളയപ്പാനെയും ഇളയമ്മാനെയും ചീത്ത വിളിക്കുന്ന ഒരു തെറിപ്പാട്ടാണ് ഖുർആനിലെ ഈ അധ്യായം. എന്തിനാണ് തെറി വിളിക്കുന്നതെന്നറിയോ? മുഹമ്മദ് ചതി പ്രയോഗിച്ചു. മുഹമ്മദിന് തുടക്കം മുതലേ ചതിയായിരുന്നു പരിപാടി. മക്കയിൽ മുഹമ്മദ് ആദ്യം പ്രയോഗിച്ച ഒരു ചതിയുടെ ചിത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ മുഹമ്മദ് നബി ഒരു ചതി പ്രയോഗിച്ചു, അതിൻ്റെ ഭാഗമാണ് ഇത് എന്നൊക്കെയാണ് എളാപ്പാനി എളാമാനിയും ഇപ്പോൾ മുഹമ്മദ് നബിയാണ് ഈ വാക്കുകൾ ഉച്ചരിച്ച് എന്നുള്ളതൊക്കെയാണ് ജബ്ബാർ പറയുന്നത്. ജബ്ബാർ ഇതാണ് മനസ്സിലാക്കിയത്. ഏതോ ബാലരമ വായിച്ചിട്ട് ഡിങ്കങ്കഥ വായിച്ചിട്ടാണ് ജബ്ബാർ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, ബാക്കി എന്താ പറയുന്നതെന്ന് കേൾക്കാം. എന്താണ് ചതി എന്ന് പറയണല്ലോ. മുഹമ്മദ് നബി പ്രയോഗിച്ച ചതികൾ എന്തൊക്കെയാണെന്നുള്ളത് ജബ്ബാറെ ഒന്ന് വിശദീകരിക്കണം. അല്ലാതെ വെറുതെ പാട്ട് പാടി പോയിട്ട് കാര്യമില്ലല്ലോ. പാട് ജബ്ബാറെ. മക്കക്കാര് അവിടെ അവരുടെ ഗോത്രത്തിന് നേരെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അക്രമങ്ങളോ അപായമോ വരാനുണ്ടെങ്കിൽ നാട്ടുകാർക്ക് അപായ സൂചന നൽകുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജി ഉണ്ട്. ആ കായബയുടെ അടുത്തുള്ള സഫ മർവ എന്ന് പറയുന്ന 2 പാറക്കുന്നുകളുടെ മുകളിൽ കയറി നിന്നിട്ട് പ്രത്യേക തരത്തിൽ ആളുകളെ വിളിക്കും, ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ആളുകളെല്ലാം ഓടിക്കൂടും. അപ്പോൾ ഈ എന്താണോ വരാൻ പോകുന്ന ആപത്ത് അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. അത് അവിടുത്തെ ഒരു ഗോത്ര രീതിയായിരുന്നു. മുഹമ്മദ് ഒരു ദിവസം ആ പാറക്കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് എല്ലാവരും വണ്ടിയേരുമോ എന്ന് പറഞ്ഞ് വിളിച്ചു. എല്ലാവരും ഓടിക്കൂടിയ കൂട്ടത്തിൽ എളാപ്പയും ഇളയമയൊക്കെ ഉണ്ടായിരുന്നു. അബൂലഹബും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. അബൂലഹബിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നിട്ട് എല്ലാവരും വന്നപ്പോൾ മുഹമ്മദ് നാട്ടിൽ അപായ സൂചന പറയുന്നതിന് പകരം മുഹമ്മദിൻ്റെ തൗഹീദിൻ്റെ സുവിശേഷം അവിടെ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ മനസ്സിലായ നിങ്ങൾക്ക് ഈ ജബ്ബാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ആകത്തുക ഇതിലും ഉണ്ട്. കാര്യം ചതിപ്രയോഗങ്ങളാണ് മുഹമ്മദ് നബി പ്രയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ജബ്ബാർ എന്ന് പറയുന്ന ഈ ജബ്ര പറയുന്നത്. എന്നിട്ട് പറഞ്ഞത് എന്താണ്? മുഹമ്മദ് തൗഹീദ് പറഞ്ഞു, അതാണ് ചതി എന്നാണ്. അപ്പോൾ തൗഹീദ് പറയൽ ചതിയാണോ എൻ്റെ ജബ്ബാർ? എവിടുന്നാണ് ഇജ്ജ് പഠിച്ചുണ്ടാക്കിയത് ഇതൊക്കെ? ഏതാണ്ട് പഞ്ചായത്ത് പറയണം കേട്ടോ. അത് കേട്ടപ്പോൾ വന്നവരൊക്കെ ദേഷ്യം പിടിച്ച് തിരിച്ചുപോയി. കൂട്ടത്തിൽ അബൂലഹബ് മുഹമ്മദിനെ ശപിച്ചുകൊണ്ട്, നിനക്ക് നാശം മുഹമ്മദേ, നീ ഇതിനാണോ മനുഷ്യനെ മെനക്കെടുത്തിയത് എന്ന് ചീത്ത പറഞ്ഞുകൊണ്ട് എളാപ്പ പോയി. ഇപ്പം നേരത്തെ പറഞ്ഞ എന്താണ്? പരിശുദ്ധ ഖുർആന് എളാപ്പാനെയും എളാമാനെയും ശപിച്ചു, ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നതിന് മുമ്പ് തബ്ബല്ലത്തി ലഹബിൻ തബ്ബ് എന്നുള്ള ആയത്ത് വരുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് നബിയെ, പ്രവാചകനെ, സ്വന്തം ജ്യേഷ്ഠൻ്റെ മകനെ അബൂലഹബ് എന്താ പറയുന്നത്? തബ്ബല്ലക്കിയ മുഹമ്മദ്. ശപിച്ചിട്ടുണ്ട്. ശപിച്ചോനെ ശപിക്കാലോ. അതിനെന്താണ് ഇത്ര കുരുപൊട്ടുന്നത് ജബ്ബാർ മാഷേ? ബാക്കി പറയാം. എളാപ്പി നാട്ടുകാരൊക്കെ പോയ സമയത്ത് ആ കല്ലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് മുഹമ്മദ് വെളിപാട് അവതരിപ്പിച്ചു. ആ വെളിപാടാണ് ഞാനിപ്പോൾ ഓതി കേൾപ്പിച്ചതും നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഓതുന്നതുമായ സൂറത്തുൽ മസദ്. ജബ്ബാർ മാഷിന് ഇസ്ലാം വിരോധം മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് ജബ്ബാർ ഇരുന്നിട്ട് ജബ്ര പാട്ട് പാടുക എന്നല്ലാതെ വേറൊന്നുമില്ല എന്നുള്ളതാണ്. വേഗം പറയാം ബാക്കി കുറച്ചും കൂടി. എളാപ്പാനെ കുറിച്ചാണ് പറയുന്നത്. അബൂലഹബിൻ്റെ 2 കൈകളും നശിച്ചു പോട്ടെ, ഓൻ സമ്പാദിച്ചതും നശിച്ചു പോട്ടെ, ഓൻ നരകത്തിൽ കിടന്ന് പൊരിയട്ടെ, ഓൻ്റെ ആ കെട്ടിയോളുണ്ടല്ലോ കഴുത്തിൽ കയറും കെട്ടി നടക്കുന്ന വിറക് ചുമട്ടുകാരി, അവളും നശിച്ചു പോകട്ടെ എന്ന് പറയുന്ന ഈ പുലഭ്യം പറച്ചിൽ അന്നാണ് അവതരിച്ചത്. തബ്ബല്ലക്കിയ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ശപിച്ചുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രവാചകനെ ശപിക്കുകയും ഈ ആയത്തിറങ്ങുകയൊക്കെ ചെയ്തപ്പോൾ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ചതിപ്രയോഗം എന്നല്ലേ ഇയാൾ പറഞ്ഞത്? പ്രവാചകൻ്റെ 2 മക്കളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ അബൂലഹബിൻ്റെ 2 ആൺമക്കളായിരുന്നു അല്ലേ? അവരൊക്കെ പിന്നെ കലീബ് ബദർ യുദ്ധത്തിൽ ഏതോ കിണറ്റിൽ കൊണ്ടുപോയിട്ട് മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം. ഇസ്ലാമിൽ ആദ്യമായി കൊണ്ടുവന്ന ആയത്ത് അതല്ല. ജബ്ബാറെ കഥാബുക്ക് വായിച്ചിട്ട് ഇസ്ലാമിനെ പഠിക്കുകയും ആ കഥാബുക്ക് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ നടക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള മറുപടികളൊക്കെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതായാലും ജബ്ബാറിൻ്റെ സീമന്തപുത്രൻ ലിക്കായത്ത് അലിയും ലീക്കായതാണ്. ഇസ്ലാമിൽ നിന്ന് ലീക്കായി പോയത്. അവർ രണ്ടാളും ലീക്കായത് തന്നെയാണ്. ലീക്കായത് അലിയും ഒക്കെ അല്ലേ ഇനിയും കഥാബുക്കുകൾ വായിച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കുവാൻ വരിക. നമുക്ക് പറ്റുന്നത് പോലെ
നിങ്ങൾ പറയുന്നത് പച്ചക്കളവാണ് എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം എന്നാണ് ഇവിടെ പറയുവാനുള്ളത്.